റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ചാരൻ, ഒരുപക്ഷെ റഷ്യയുടെ അജിത് ഡോവൽ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വ്യക്തി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. സെർജി ഇവാനോവ് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പിൻഗാമിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ സെർജി ഇവാനോവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹത ഇപ്പോൾ പുറത്തു വരികയാണ്. ഒരു കാലത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സാധ്യമായ പിൻഗാമിയും രാജ്യത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന സെർജി ഇവാനോവ് 73-ാം വയസ്സിലാണ് അന്തരിച്ചത്. ഇവാനോവ് വെള്ളിയാഴ്ച മരിച്ചുവെന്ന് ക്രെംലിൻ ഔദ്യോഗികമായി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിന് പ്രത്യേക കാരണമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ക്രെംലിന്റെ മൗനം അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന സെർജി ഇവാനോവിന്റെ മൂർച്ചയുള്ള മനസ്സും മൂർച്ചയുള്ള കണ്ണുകളും കാരണം സോവിയറ്റ് റഷ്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ സോവിയറ്റ് ജെയിംസ് ബോണ്ട് എന്നാണ് വിളിച്ചിരുന്നത്. 1970-കളുടെ അവസാനത്തിൽ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ KGBയിലെ ഉദ്യോഗസ്ഥനായിരിക്കുകയാണ് അദ്ദേഹം വ്ളാഡിമിർ പുടിനെ കണ്ടുമുട്ടിയത്. അന്നു മുതൽ ഇരുവരും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. മുതിർന്ന പത്രപ്രവർത്തകൻ മിഖായേൽ സീഗർ തന്റെ ഓൾ ദി ക്രെംലിൻ മെൻ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: ആൾക്കൂട്ടത്തിൽ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഉത്തമ സോവിയറ്റ് ചാരനായിരുന്നു അദ്ദേഹം എന്ന്. ദി മാട്രിക്സ് എന്ന സിനിമയിലെ ഏജന്റ് സ്മിത്തിനെ പോലെയാണ് അദ്ദേഹം കാണപ്പെടുകയും അഭിനയിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവാനോവിന്റെ കരിയർ ഗ്രാഫിനെ പ്രധാനമായും രൂപപ്പെടുത്തിയത് പുടിനുമായുള്ള സൗഹൃദമാണ്. ഇരുവരും സോവിയറ്റ് ഇന്റലിജൻസ് കേന്ദ്രങ്ങളിൽ ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുടിൻ കിഴക്കൻ ജർമ്മനിയിൽ വിന്യസിക്കപ്പെട്ടപ്പോൾ ഫിൻലാൻഡിന്റെയും കെനിയയിലെയും പ്രവർത്തനങ്ങളുടെ ചുമതല ഇവാനോവിനായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.